चाह नहीं मैं सुर बाला के गहनों में गूंथा जाऊं, चाह नहीं प्रेमी माला में बिंद प्यारी को ललचाऊं, चाह नहीं सम्राटों के शव पर हे हरि डाला जाऊं, चाह नहीं देवों के सिर पर चढ़ूं भाग्य पर इठलाऊं। मुझे तोड़ लेना वनमाली, उस पथ पर देना तुम फेंक, मातृभूमि पर शीश चढ़ाने जिस पथ जावें वीर अनेक, जिस पथ जावें വീർ അനേക്. പുഷ്പ കി അഭിലാഷ എന്ന മാഖൻലാൽ ചതുർവേദി ജിയുടെ ഒരു വളരെ മനോഹരമായ കവിതയുടെ വരികളാണിവ. പേട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പോയമാണ്. കവി സ്വയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ പല പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും അങ്ങനെ ഒരു അവസരത്തിൽ ബിലാസ്പൂരിലെ സെൻട്രൽ ജയിലിൽ 1921 പിറന്ന ഒരു മനോഹരമായ കവിതയാണ് പുഷ്പ കി അഭിലാഷ. ആ കവിയുടെ ഒരു ഭാവന, ഒരു ഇമാജിനേഷൻ നോക്കുകയെ ഒരു പുഷ്പത്തിനോട് അതിൻ്റെ ആഗ്രഹം ചോദിക്കുകയാണ്. ചെടിയിൽ നിന്ന് അടർത്തിയ ശേഷം അതെവിടെ സ്ഥാനം പിടിക്കാനാണ് ആഗ്രഹിക്കുക എന്നതാണ് ചോദ്യം. മറ്റാരുമല്ല, വനമാലി അല്ലെങ്കിൽ ആ ചെടിയെ നട്ട് പരിപാലിക്കുന്ന തോട്ടക്കാരൻ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിന് പുഷ്പം നൽകിയ മറുപടി ആണ് ഈ കവിത. ചാഹ് നഹി മേ സുർ ബാലാ കെ ഗഹനോ മേ ഗൂന്ഥാ ജാऊं. എനിക്ക് സുന്ദരിയായ ഒരു വനിതയുടെ കേശങ്ങളിൽ അലങ്കാരത്തിനായി സ്ഥാനം പിടിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല, ഒരു മോഹവും ഇല്ല. चाह नहीं मैं सुर बाला के ഗഹനോ മേ ഗൂന്ഥാ ജാऊं. ഗഹന മീൻസ് ഓർണമെൻറ്റ്, ആഭൂഷണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂക്കൾ. സ്ത്രീകൾ കേശാലങ്കാരത്തിന് ആഭൂഷണമായി ഉപയോഗിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു ആഭൂഷണമാകാൻ എനിക്ക് തെല്ലും താല്പര്യമില്ല എന്നാണ് ആ പുഷ്പം പറയുന്നത്. चाह नहीं मैं सुर बाला के गहनों में गूंथा जाऊं, चाह नहीं प्रेमी माला में ബിന്ദ് പ്യാരി കോ ലൽച്ചാऊं. അതുപോലെ തന്നെ എനിക്ക് കമിതാക്കളുടെ പൂമാലയായി മാറാനും ഒരു താല്പര്യവും ഇല്ല. കമിതാക്കൾ പലപ്പോഴും പൂമാല പരസ്പരം അണിയിച്ച് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറുന്ന പൂമാലയുടെ ഒരു ഭാഗമാകാൻ ഒരുപക്ഷെ പല പുഷ്പങ്ങളും ആഗ്രഹിക്കാറുണ്ടാകാം. പക്ഷേ അതിനെ ഒരു ഭാഗ്യമായി ഈ പുഷ്പം കാണുന്നില്ല. എനിക്കതിനോട് ഒരു താല്പര്യവും ഇല്ല. ചാഹ് നഹി പ്രേമി മാലാമേ ബിന്ദ് പ്യാരി കോ ലൽച്ചാऊं, ചാഹ് നഹി സമ്രാട്ടോं के शव पर ഹേ ഹരി ഡാലാ जाऊं. അതുപോലെ തന്നെ നമ്മൾ ശവസംസ്കാര ചടങ്ങുകളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ബൊക്കെയായും റീത്തായും മാലയായും. അങ്ങനെ ഒരു സ്ഥാനം പിടിക്കാനും എനിക്കൊട്ടും താല്പര്യമില്ല. അത് സമ്രാട്ടിൻ്റെ ശവത്തിലായാൽ പോലും. സമ്രാട്ട് ആരാണ്? എംപറർ, കിങ് ഓഫ് കിങ്സ്. അങ്ങനെ ഒരു മഹത്തായ വ്യക്തിയുടെ ശവത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പുഷ്പത്തിന് വേറെ ഒരു ഗമയാണ് അല്ലേ? സമ്രാട്ടിൻ്റെ ഒരു ശവസംസ്കാര ചടങ്ങിന് ഉപയോഗിക്കപ്പെട്ട പുഷ്പങ്ങൾക്ക് വേറെ ഒരു ഗമയുണ്ട്. പക്ഷേ എനിക്കതിനും താല്പര്യമില്ല. ചാഹ് നഹി സമ്രാട്ടോं के शव पर ഹേ ഹരി ഡാലാ जाऊं. ഹേ ഹരി, ഹേ ഈശ്വർ, എനിക്കൊരാഗ്രഹവുമില്ല രാജാക്കന്മാരുടെയോ സമ്രാട്ടുകളുടെയോ ശവത്തിനു മേൽ അലങ്കാരമായി മാറാൻ എനിക്ക് തെല്ലും ആഗ്രഹമില്ല. ചാഹ് നഹി ദേവോं के सिर पर चढ़ूं ഭാഗ്യ पर इठलाऊं. എന്തിനധികം പറയുന്നത്? എനിക്ക് ദേവീ ദേവന്മാരുടെ പൂജാസാമഗ്രിയായി സ്ഥാനം പിടിക്കാനും ഒരാഗ്രഹവുമില്ല. നമ്മൾ പൂജയ്ക്കായി പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ? അങ്ങനെ ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ, പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ ഭാഗ്യം ചെന്നവയാണ് എന്നാണ് നമ്മൾ പൊതുവേ കരുതുന്നത് അല്ലേ? ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ പൊതുവേ ഭാഗ്യം ചെന്നവയാണ്. പക്ഷേ ഇവിടെ പുഷ്പം പറയുന്നത് ചാഹ് നഹി ദേവോं के सिर पर चढ़ूं ഭാഗ്യ पर इठलाऊं. ഭാഗ്യ पर इठलाना എന്ന് വെച്ചാൽ തനിക്ക് കിട്ടിയ ആ ഒരു അസുലഭമായ ഭാഗ്യത്തിൽ തെല്ല് അഹങ്കരിക്കുക. ഞാൻ പക്ഷേ ഈ വക ഭാഗ്യങ്ങളെ ഒന്നും തന്നെ വില കൽപ്പിക്കുന്നില്ല. ചാഹ് നഹി മേ സുർ ബാലാ കെ ഗഹനോ മേ ഗൂന്ഥാ ജാऊं,
चाह नहीं प्रेमी माला में बिंद प्यारी को ललचाऊं, चाह नहीं सम्राटों के शव पर हे हरि डाला जाऊं, चाह नहीं देवों के सिर पर चढ़ूं ഭാഗ്യ पर ഇഠിലാऊं. പിന്നെ എന്താണ് ഈ പുഷ്പത്തിൻ്റെ അഭിലാഷം? എന്താണത് ആഗ്രഹിക്കുന്നത്? മുझे तोड़ लेना तुम वनमाली, मुझे तोड़ लेना वनमाली, उस पथ पर देना तुम फेंक, मातृभूमि पर शीश चढ़ाने जिस पथ जावे വീർ അനേക്. നോക്കൂ, ആ പുഷ്പത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഹേ വനമാലി, എന്നെ നീ ഏത് വഴിയോരത്തിലിടണം? നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് രാജ്യം കാക്കുന്ന ആ വീരയോദ്ധാക്കൾ കടന്നു പോകുന്ന വഴിയോരത്ത് എന്നെ ഇടണം. അതാണ് പുഷ്പത്തിൻ്റെ ആഗ്രഹം, അതാണ് പുഷ്പത്തിൻ്റെ അഭിലാഷം. സ്ത്രീകളുടെ കേശാലങ്കാരത്തിന് ഉപയോഗിക്കപ്പെടുന്നതിനേക്കാളും സമ്രാട്ടുകളുടെ ശവസംസ്കാര ചടങ്ങിൽ ഉപയോഗിക്കപ്പെടുന്നതിനേക്കാളും ദേവീദേവന്മാരുടെ ശിരസിൽ സ്ഥാനം പിടിക്കുന്നതിനേക്കാളും എനിക്കാഗ്രഹം നമ്മുടെ രാജ്യം കാക്കുന്ന വീരജവാന്മാരുടെ പാദങ്ങളാൽ ഞെരിക്കപ്പെടുക എന്നാണ്. മുझे तोड़ लेना वनमाली, उस पथ पर देना फेंक, മാതൃഭൂമി पर शीश चढ़ाने जिस पथ जावे വീർ അനേക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൂവിനെ പരിപാലിക്കുന്നവൻ വനമാലിയാണെങ്കിൽ മനുഷ്യനെ പരിപാലിക്കുന്നവൻ ഈശ്വരനാണ്. അപ്പോൾ ഇവിടെ കവി ഈ പെട്രിയോട്ടിക് പോയത്തിലൂടെ ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുകയാണ്. ആ പുഷ്പത്തിനെ പോലെ ഓരോ ഭാരതീയനും തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ വരെ നൽകാൻ തയ്യാറാകണം. അതാണ് ഈ കാവ്യത്തിൻ്റെ സന്ദേശം. അപ്പം 1920s എഴുതിയ ഈ കവിത നാച്ചുറലി പ്രീ ഇൻഡിപെൻഡൻസ് ഏജിൽ എഴുതിയ കവിതയാണ്. അപ്പോൾ ഒരു പുഷ്പത്തിന് ഇതാണ് ആഗ്രഹം. ഈ വീരജവാന്മാർ നടന്നു പോകുന്ന ആ പാതയോരത്തിൽ വീഴണമെന്നാണ് ആ പുഷ്പത്തിന് ആഗ്രഹം. ഈ ജവാന്മാർ ഈ പുഷ്പത്തിനെ ചവിട്ടി മെരിച്ച് പോയാലും കുഴപ്പമില്ല, അതാണ് അതിന് സന്തോഷം. അപ്പോൾ കവി ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഓരോ വ്യക്തിയും തൻ്റെ ജീവിതം ആ പുഷ്പത്തിനെ പോലെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകണം. മാഖൻലാൽ ചതുർവേദിയുടെ മിക്ക രചനകളും ദേശഭക്തി കവിതകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപനാമം തന്നെ ഏക് ഭാരതീയ ആത്മാ എന്നായിരുന്നു. ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞൊരു വ്യക്തിയായിരുന്നു മാഖൻലാൽ ചതുർവേദി. മാത്രവുമല്ല, അദ്ദേഹമാണ് ഹിന്ദി ലിറ്ററേച്ചറിൽ ആദ്യമായി സാഹിത്യ അക്കാദമി പുരസ്കാരം ഏറ്റുവാങ്ങിയ വ്യക്തി. 1954 സാഹിത്യ അക്കാദമി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. 1955 തൻ്റെ കാവ്യസംഗ്രഹം ഹിമ്മത്ത് തരംഗിണിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകിയും ആദരിച്ചിട്ടുണ്ട്. സോ ഹോപ്പ് യു ലവ്ഡ് ദിസ് പോയം. Until we meet next time with another piece of literature, it's bye from here.